മെന്റലിസ്റ്റ് മിത്തലജ് റസീന ആദ്യമായിട്ടാണ് ഒരു മെന്റലിസം എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. മെന്റലിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ഉണ്ടാവും അല്ലേ. അത് ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പേരുണ്ടാവും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവും. റസീന അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പേരിലേക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ പേരോട് റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പേര് ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലേ. ഓൾറെഡി പേര് വന്നു കഴിഞ്ഞു. എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. റസീനയ്ക്ക് വളരെ വേണ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ പേരാണ്? ഫ്രണ്ടല്ല പാരൻസ് ആരും കസിൻ ബ്രദർ അങ്ങനെ എന്തോ ഒരു കണക്ഷനാണ് വരുന്നത്. ബ്രദർ അങ്ങനെ ഒരു കണക്ഷനാണ് വരുന്നത്. സ്വന്തം ബ്രദർ ആവണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ റിലേഷനിലൊക്കെ പെട്ട ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും ഒരു പേര് ഇപ്പോൾ മനസ്സിലുണ്ട്. എൻ്റെ കയ്യിലൊന്ന് തെറ്റി ആ സ്പെല്ലിംഗ് ഒന്ന് മനസ്സിലാ. സ്പെല്ലിംഗ് പറയാം. 6 ലെറ്റർ ആണോ? 6 ലെറ്ററാണ്. 6 ലെറ്ററാണ്. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മൾ ഇതിന് മുമ്പൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു. ഒരു 6 ഉണ്ടോ? ലെറ്ററിൽ ഒരു 6 ഉണ്ടോ? 6 ഉണ്ട്. 6ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അക്ഷരമായിട്ടൊന്ന് പറയാമോ? സോറി, പറയണ്ട. മനസ്സിൽ പറഞ്ഞോളൂ. ഒരു അക്ഷരം. റസീന ഇപ്പോൾ വിചാരിക്കുന്നത് സ്വന്തം ബ്രദറിൻ്റെ പേരാണ്. നിങ്ങൾ ഒരു ബ്രദർ മാത്രമാണ് ഉള്ളത് അല്ലേ? അച്ഛനമ്മ, ഒരു ബ്രദർ. ഓക്കെ, എഴുതർ ബ്രദറാണോ? നിങ്ങൾ ബ്രദറാണോ? ഓക്കെ, പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ കയ്യിൽ കുറേ പേര് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് പേരുകളുണ്ട്, കാണാൻ പറ്റുമല്ലോ അല്ലേ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പേര് മാത്രം ഇതിലുണ്ടാവും, ബാക്കിയെല്ലാ പേരും മാനിപ്പോൾ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഈ പേരുകൾ, കുറേ പേരുകൾ ഇതിലുണ്ട്. ഞാനൊരു വേറൊരു പരീക്ഷ നടത്താൻ പോവാണ്. ഞാൻ ഇതൊന്ന് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ആ പേരൊന്ന് പറയാം. ഓൾറെഡി റിസ്വാൻ ബ്രദർ. കറക്റ്റ് അല്ലേ? താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ബൈ. അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇല്യൂഷനും മെന്റലിസം എക്സ്പെരിമെൻ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.